നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഡ്രൈവിംഗ് സ്കൂളുകളെയും അതിലെ തൊഴിലാളികളെയും ബുദ്ധിമുട്ടിലാക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഗതാഗത മന്ത്രിയുടെ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച പൂണിയൽ റോഡ് പ്രദേശവാസികൾക്കായി തുറന്നു നൽകി. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ മെയ് 28 വേൾഡ് ഹങ്കർ ഡേ ദിനാചരണ പരിപാടി സമുചിതമായി ആചരിച്ചു. മെയ് 28 CSR ദിനമായി ആചരിക്കണമെന്ന മലബാർ ഗ്രൂപ്പിന്റെ നിർദ്ദേശാനുസരണമാണ് ആലപ്പുഴ ഷോറൂമിലും ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ SD കോളേജ് സ്ഥാപകനും പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിരുന്ന P വേണുഗോപാലിന്റെ 22ാം ചരമവാർഷികാനുസ്മരണ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. SDV ബസന്റ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുൻ MLA D സുഗതൻ ഉദ്ഘാടനം ചെയ്തു. SD കോളേജ് മാനേജർ R കൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഷെവലിയർ IC ചാക്കോയുടെ ചരമവാർഷിക ദിനം ആചരിച്ചു. കുട്ടനാടൻ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ഡ്രൈവിംഗ് സ്കൂളുകളെയും അതിലെ തൊഴിലാളികളെയും ബുദ്ധിമുട്ടിലാക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഗതാഗത മന്ത്രിയുടെ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകളെയും തൊഴിലാളികളെയും പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഗതാഗത മന്ത്രിയുടെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിലെ RTO ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചും ധർണയും യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് R ഹരിദാസൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റാണ് ആ ഗവൺമെന്റിന്റെ ഒരു അപവാദം എന്നുള്ള രീതിയിൽ ഒരു മന്ത്രി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കയ്യും കെട്ടി നോക്കിക്കില്ല എന്നുള്ള കാര്യമാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപവാദ കഥാപാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാൻ യാതൊരുവിധ മടിയുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരടക്കമുള്ളവരെ ഇക്കാര്യത്തിൽ വളരെ സൂക്ഷ്മമായ ഒരു പരിശോധന നടത്തി ഒന്നുകിൽ തിരുത്താൻ തയ്യാറാകണം, അല്ലെങ്കിൽ തിരുത്തിക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഈ മന്ത്രിസഭയിൽ നിന്ന് തന്നെ അഴിച്ചു പുറത്താക്കുന്നതിന് വേണ്ടി ധൈര്യം കാണിക്കണമെന്നുള്ളതാണ്. പത്തനാപുരത്തൊരു MLA സ്ഥാനം കിട്ടി, ആ പത്തനാപുരത്ത് ഇനിയും ഗണേഷ് കുമാർ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ. യൂണിയൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് MM ഷെരീഫ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CV പ്രദീപ്, CK സിനിമോൾ, യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഫിലിപ്പോസ് തോമസ്, ജില്ലാ കമ്മിറ്റി അംഗം KP പ്രതാപൻ എന്നിവർ സംസാരിച്ചു. യൂണിയൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി KM നവാബ് യോഗത്തിന് സ്വാഗതവും ജില്ലാ ട്രഷറർ PN മാധവക്കുറുപ്പ് നന്ദിയും പറഞ്ഞു. ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നടപടികൾ പിൻവലിക്കാൻ മന്ത്രി തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി സംഘടന മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച പൂണിയൽ റോഡ് പ്രദേശവാസികൾക്കായി തുറന്നു നൽകി. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് കൗൺസിലർ ക്ലാരമ്മ പീറ്റർ സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച കുതിരപ്പന്തി വാർഡിലെ പൂണിയൽ റോഡ് വാർഡ് നിവാസികൾക്കായി തുറന്നുകൊടുത്തു. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന്റെയും കാണയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലാരം ചേച്ചി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൂണിയൽ റോഡ് എന്ന് പറയുന്നത് ക്ലാരം ചേച്ചിയുടെ വാർഡില് ഇപ്പൊ ഏതൊക്കെ റോഡ് ഉണ്ടെന്ന് ക്ലാരമ്മ ചേച്ചിയിൽ കൂടുതൽ ഞങ്ങൾ കേട്ട് തറവായിട്ടിരിക്കുകയാണ്. കാരണം ഏത് ദിവസം വന്നാലും എപ്പോൾ വന്നാലും ഒരു ദിവസം 10 പ്രാവശ്യം കണ്ടാലും ഈ റോഡുകളുടെ പേരുകളാണ് നമ്മളുടെ മുന്നിൽ ഉന്നയിക്കുന്നത്. പൂണിക്കാരൻ റോഡ്, പിന്നെ ഭരണിക്കാരൻ റോഡ്, അങ്ങനെ നിരവധിയായ റോഡുകളുടെ എണ്ണം ഇവിടെ പറയാറുണ്ട്. ആ റോഡുകളെല്ലാം തന്നെ ഭരണിക്കാരൻ റോഡായാലും ആ റോഡിന്റെ എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കി അതിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചു. കോൺട്രാക്ടർ വർക്കെടുത്തിരിക്കുന്ന നഗരസഭാ വൈസ് ചെയർമാൻ PSM ഹുസൈൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ ക്ലാരമ്മ പീറ്റർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, AS കവിത, കൗൺസിലർമാരായ B അജേഷ്, രമ്യ സുർജിത്ത്, B നസീർ, പൊതുപ്രവർത്തകരായ സജിത്, സജിത എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ, പ്രദേശവാസികളടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു.
വാർഡ് കൗൺസിലർ കൂടിയായ ക്ലാരമ്മ പീറ്ററിന്റെ നിരന്തര ഇടപെടലിലാണ് പൂണിയിൽ റോഡിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ കാരണമായതെന്ന് യോഗത്തിൽ ജനപ്രതിനിധികൾ വ്യക്തമാക്കി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ മെയ് 28 വേൾഡ് ഹങ്കർ ഡേ ദിനാചരണ പരിപാടി സമുചിതമായി ആചരിച്ചു. മെയ് 28 CSR ദിനമായി ആചരിക്കണമെന്ന മലബാർ ഗ്രൂപ്പിന്റെ നിർദ്ദേശാനുസരണമാണ് ആലപ്പുഴ ഷോറൂമിലും ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 28 വേൾഡ് ഹങ്കർ ഡേ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ഷോറൂം അങ്കണത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടിക്ക് ഷോറൂം ഹെഡ് VV അബ്ദുൽ സലീം, മാർക്കറ്റിംഗ് മാനേജർ VK റിയാസ്, PRO ഗണേഷ് കുമാർ R പിള്ളൈ എന്നിവർ നേതൃത്വം നൽകി. ലോക ഹങ്കർ ഡേ ആയ മെയ് 28 CSR ദിനമായി ആചരിക്കാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് നേതൃത്വം നൽകുന്ന മലബാർ ഗ്രൂപ്പ് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ ഷോറൂമിലും വിവിധ പരിപാടികളോടെ മെയ് 28 ലോക ഹങ്കർ ഡേ ദിനാചരണം സമുചിതമായി ആചരിച്ചത്. മലബാർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഓരോ വർഷവും CSR പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തുന്ന തുകയിൽ 60% പട്ടിണിയും ദാരിദ്ര്യവും അകറ്റാനുള്ള പരിപാടികൾക്കായിട്ടാണ് ചിലവഴിച്ചു വരുന്നത്. മലബാർ ഗ്രൂപ്പ് നടത്തിവരുന്ന വിശപ്പ് രഹിത ലോകം പദ്ധതിയിൽ രാജ്യത്തിനകത്തും വിദേശത്തുമായി പ്രതിദിനം 70,000 ഭക്ഷണപ്പൊതികളാണ് വിതരണം ചെയ്തു വരുന്നത്. മാത്രമല്ല, ഇന്ത്യയിലെ 20 സംസ്ഥാനങ്ങളിലെ 167 കേന്ദ്രങ്ങളിൽ ദിനംപ്രതി 60,000-ലധികം പേർക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണപ്പൊതികളും വിതരണം ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ ആഫ്രിക്കൻ രാജ്യമായ സാംബിയയിലെ 3 സ്കൂളുകളിലെ 10,000-ഓളം വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ സർക്കാരുമായി സഹകരിച്ച് ഭക്ഷണം നൽകുന്ന പദ്ധതിയും വിജയകരമായി നടത്തിവരുന്നു. 2022 ആരംഭിച്ച ഈ പദ്ധതിയിൽ മാത്രം ഇതിനകം 2.5 കോടി ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തതായും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ SD കോളേജ് സ്ഥാപകനും പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിരുന്ന P വേണുഗോപാലിന്റെ 22ാം ചരമവാർഷികാനുസ്മരണ ദിനാചരണ പരിപാടി നടത്തി. SDV ബെസന്റ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുൻ MLA D സുഗതൻ ഉദ്ഘാടനം ചെയ്തു. SD കോളേജ് മാനേജർ R കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ആലപ്പുഴ SD കോളേജ് മാനേജറും ജവഹർ ബാലഭവൻ പ്രസിഡന്റും പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിരുന്ന P വേണുഗോപാലിന്റെ 22ാം ചരമവാർഷികാനുസ്മരണ ദിനാചരണ പരിപാടി നടത്തി. P വേണുഗോപാൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ SDV ബെസന്റ് ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ ദിനാചരണ പരിപാടി മുൻ MLA അഡ്വക്കേറ്റ് D സുഗതൻ ഉദ്ഘാടനം ചെയ്തു. P വേണുഗോപാൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് പ്രൊഫസർ S വിജയൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SD കോളേജ് മാനേജറും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ R കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാവരും അനുസ്മരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അവരെ ഓർത്ത്, അല്ലെങ്കിൽ ഇത്ര സ്നേഹപൂർവ്വം അല്ലെങ്കിൽ ഇത്ര അഭിമാനപൂർവ്വം ഒത്തുചേർന്ന് അവരെപ്പറ്റി ഓർക്കുക, 2 വാക്ക് നമ്മൾ പറയുക, അവര് കാണിച്ച വഴി നമ്മൾ മറക്കാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്ന വ്യക്തികളിൽ അപൂർവമായ ഒരാളാണ് എൻ്റെ അമ്മാവനായ ശ്രീ വേണുഗോപാൽ. നേരത്തെ ഇവിടെ പറയുണ്ടായി, ഞാൻ പല സന്ദർഭങ്ങളിലും ഞാൻ പറയുണ്ടായി, കാരണം ഞാന് അല്ലെങ്കിൽ എന്റെ അമ്മാവനായ വേണുസ്വാമി രണ്ടുപേരും ഒരേ പ്രിൻസിപ്പളിന്റെ താഴെ, രംഗവേണുസ്വാമിയുടെ താഴെയാണ് ഞങ്ങൾ ശിഷ്യത്വം പെട്ടത്. പ്രൊഫസർ S രാമാനന്ദ്, TT കുരുവിള, P വെങ്കിട്ടരാമയ്യർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ SD കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KH പ്രേമ വിതരണം ചെയ്തു. P വേണുഗോപാൽ ഫൗണ്ടേഷൻ സെക്രട്ടറി P ജ്യോതിസ് യോഗത്തിന് സ്വാഗതവും സംഘാടക സമിതി കൺവീനർ R പ്രദീപ് നന്ദിയും പറഞ്ഞു. P വേണുഗോപാലിന്റെ പത്നി മൈഥിലി വേണുഗോപാൽ അനുസ്മരണ ചടങ്ങിൽ സന്നിഹിതയായിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ഷെവലിയാർ IC ചാക്കോയുടെ ചരമവാർഷിക ദിനം ആചരിച്ചു. കുട്ടനാടൻ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രമുഖ ജിയോളജിസ്റ്റും വ്യവസായ വകുപ്പ് ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ സേവനം അനുഷ്ഠിക്കുകയും സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ഭാഷാ പണ്ഡിതനും ഗവേഷകനും ശാസ്ത്രജ്ഞനുമായിരുന്ന ഷെവലിയാർ IC ചാക്കോയുടെ 59ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കുട്ടനാടൻ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ അടക്കം ചെയ്തിരിക്കുന്ന IC ചാക്കോയുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്ക് കുട്ടനാടൻ സാംസ്കാരിക വേദി രൂപം നൽകുമെന്ന് അനുസ്മരണ യോഗത്തിൽ കുട്ടനാടൻ സാംസ്കാരിക വേദി ചെയർമാൻ ബേബി പാറക്കാടൻ പറഞ്ഞു.
അനുസ്മരണ സമ്മേളനത്തിൽ കുട്ടനാട് ഇന്റഗ്രൽ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല അധ്യക്ഷത വഹിച്ചു. കെ ലാൽജി, സജി ജോസഫ്, സന്തോഷ് മാത്യു, ലൈസമ്മ ബേബി, സന്തോഷ് കെ വർഗീസ് കാപ്പിൽ, MT പുരുഷോത്തമൻ, തോമസ് കുര്യൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലയിലെ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ആലപ്പുഴ RTO AK ദിലുവിന്റെ നിർദ്ദേശാനുസരണം സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി അമ്പലപ്പുഴ താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് അധികൃതർ പരിശോധിച്ചത്. ജില്ലയിലെ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ആലപ്പുഴ RTO AK ദിലുവിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തി. സ്കൂൾ തുടങ്ങുന്നതിന് മുന്നോടിയായി അമ്പലപ്പുഴ താലൂക്കിലെ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധനയാണ് ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയത്. 150ഓളം വാഹനങ്ങൾ പരിശോധനയ്ക്കെത്തി. ഇതിൽ 90 വാഹനങ്ങൾ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായി. ചെറിയ അപാകതയുള്ള 60 വാഹനങ്ങൾ ടെസ്റ്റ് പാസ്സായില്ല. ഇവയുടെ അപാകതകൾ തീർത്ത് അടുത്ത ദിവസം തന്നെ ഫിറ്റ്നസിന് ഹാജരാകാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. പാസ്സായ വാഹനങ്ങൾക്ക് മുൻവശത്തെ വിൻഡ്ഷീൽഡ് ഗ്ലാസിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കർ പതിച്ചു നൽകി. RTO AK ദിലുവിന്റെ നിർദ്ദേശാനുസരണം MVIമാരായ KR തമ്പി, AK അനിൽകുമാർ, രാംജി K കരൺ, രാജേഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വാഹനത്തിൽ തീപിടുത്തമുണ്ടായാൽ സ്വീകരിക്കേണ്ട പ്രാഥമിക സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ച് സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് ഫയർടെക് എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ നിന്നുള്ള ജയേഷ്, രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലാസ് നൽകി. AMVമാരായ SB ജോയ്, VB ജോയ്, TB റാക്സൺ, ജോബിൻ M ജേക്കബ്, സജിം ഷാ എന്നിവരും പരിശോധനയിൽ പങ്കാളികളായി. സുരക്ഷാ പരിശോധനയ്ക്ക് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴ SD കോളേജിൽ വെച്ച് ഡ്രൈവർമാർക്കായി പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ മറ്റു താലൂക്കുകളിലെ സ്കൂൾ വാഹനങ്ങൾക്കും പരിശോധന നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. നമുക്കറിയാം, അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ ബസ്സുകളിൽ പ്രത്യേക പരിശോധന നടത്തുന്നതും അതിലെ ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകുക. ആലപ്പുഴ RTOയുടെ പരിധിയിൽ വരുന്ന സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ആയമാർക്കും കഴിഞ്ഞ ആഴ്ചയിൽ പരിശീലനം നൽകിയിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് സ്കൂൾ ബസ്സുകളുടെ പ്രത്യേക പരിശോധനയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു സ്കൂൾ ബസ്സിന് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത്, ആ കാര്യങ്ങൾ വാഹനത്തിൽ എന്തൊക്കെയാണ് എക്സിബിറ്റ് ചെയ്യേണ്ടത്, മറ്റു കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കംഫോർട്ട് ഉണ്ടാക്കാനും എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അവയർനെസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് പരിശോധിച്ച് സുരക്ഷ ഉറപ്പ് വരുത്തിയിട്ടുള്ള വാഹനങ്ങൾക്ക് പ്രത്യേക സ്റ്റിക്കർ പതിക്കുന്നതായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡ്രൈവിംഗ് സ്കൂളുകളെയും അതിലെ തൊഴിലാളികളെയും ബുദ്ധിമുട്ടിലാക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഗതാഗത മന്ത്രിയുടെ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച പൂണിയൽ റോഡ് പ്രദേശവാസികൾക്കായി തുറന്നു നൽകി. നഗരസഭാധ്യക്ഷ KK ജയമ്മ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ മെയ് 28 വേൾഡ് ഹങ്കർ ഡേ ദിനാചരണ പരിപാടി സമുചിതമായി ആചരിച്ചു. മെയ് 28 CSR ദിനമായി ആചരിക്കണമെന്ന മലബാർ ഗ്രൂപ്പിന്റെ നിർദ്ദേശാനുസരണമാണ് ആലപ്പുഴ ഷോറൂമിലും ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ SD കോളേജ് സ്ഥാപകനും പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിരുന്ന P വേണുഗോപാലിന്റെ 22ാം ചരമവാർഷികാനുസ്മരണ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. SDV ബസന്റ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുൻ MLA D സുഗതൻ ഉദ്ഘാടനം ചെയ്തു. SD കോളേജ് മാനേജർ R കൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഷെവലിയർ IC ചാക്കോയുടെ ചരമവാർഷിക ദിനം ആചരിച്ചു. കുട്ടനാടൻ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.